ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാർലി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾ, പിന്നെ പാഞ്ചാലിമേട് പോയിരുന്നു. പക്ഷേ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ ലാൻഡ്രം എസ്റ്റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ചാർലിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാൻഡ്രം എസ്റ്റേറ്റാണ്. നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ നിന്ന് നേരെ പോകുന്നത് ലാൻഡ്രം എസ്റ്റേറ്റിലേക്കാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ തൊട്ട് നല്ല മഴയാണ്, നല്ല ഹെവി റെയിനാണ്. നമുക്ക് ആക്ച്വലി വഴി കറക്റ്റായിട്ട് അറിയത്തില്ല. ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടും പിന്നെ കുറച്ച് വീഡിയോസും ഒക്കെ കണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. പീരുമേടിന് അടുത്താണെന്നറിയാം. പീരുമേടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് ലാൻഡ്രം എസ്റ്റേറ്റിലേക്കുള്ള ദൂരം. നമ്മൾ 2015 ആ സിനിമ ചാർലി സിനിമ കണ്ടത് മുതൽ ശരിക്കും ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാനും ആ സ്ഥലത്തേക്ക് പോകാനുമായിട്ട്. ഈ അടുത്ത കാലത്ത് വരെ ഇത് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. സിനിമയിൽ പറഞ്ഞത് വട്ടവടയെന്നാണ്. പക്ഷേ വട്ടവടയിൽ പോകുമ്പോഴൊന്നും ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ സ്ഥലം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലം എവിടെയാണെന്ന് അറിയുകയുണ്ടായിരുന്നില്ല. ഈ റീസെൻ്റായിട്ടാണ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഈ ചാർലി ലൊക്കേഷനെ കുറിച്ച് കാണാനിടയായത്. അങ്ങനെയാണ് ഈ ഒരു 1 ഡേ ട്രിപ്പ് തന്നെ നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തത്. ശരിക്കും നമ്മുടെ ലക്ഷ്യം ലാൻഡ്രം എസ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ വരുന്ന വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ കണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്ഥലം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുവാണെന്നുണ്ടെങ്കിലും വഴിക്ക് വെച്ചിട്ട് വഴി തെറ്റാനാണ് ചാൻസ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വന്നത്, പക്ഷേ ഞങ്ങൾക്ക് വഴി തെറ്റി. അപ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന ആരെങ്കിലോടും ചോദിച്ചാൽ മതി. ചോദിക്കുമ്പം ലാൻഡ്രം LP സ്കൂൾ എന്ന് തന്നെ ചോദിക്കണം. കാരണം ലാൻഡ്രം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ആണ്. നമ്മൾ ഈ കയറുമ്പോൾ തൊട്ട് തന്നെ ലാൻഡ്രം എസ്റ്റേറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഇതാണ് ലാൻഡ്രം എസ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് LP സ്കൂൾ തന്നെ ചോദിക്കണം. ലാൻഡ്രം LP സ്കൂൾ ചോദിച്ചിട്ട് വേണം നമ്മളിവിടേക്ക് എത്താനായിട്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. ഇതിൻ്റെ മുകളിലേക്ക് കിടക്കുന്നതാണ് ലാൻഡ്രം LP സ്കൂളിലേക്കുള്ള വഴി. ഈ വഴി എത്തുന്നത് LP സ്കൂളിൻ്റെ മുറ്റത്താണ്. നമ്മൾ വരുന്ന ഏത് വണ്ടിയും ഈ വഴിയിലൂടെ കയറി പോവും. നമുക്ക് ഈ LP സ്കൂളിൻ്റെ മുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ സ്ഥലം ചാർലി സിനിമ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചാർലി സിനിമയിൽ ഓൾഡ് ഏജ് ഹോമായിട്ട് കാണിക്കുന്ന കെട്ടിടമാണിത്. ഇതാണ് ലാൻഡ്രം LP സ്കൂള്. ഇപ്പോൾ കുറച്ച് തകർന്ന അവസ്ഥയിലാണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൊളിഞ്ഞ് കിടപ്പുണ്ട്. ചിലപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ക്ലാസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ റിനോവേറ്റ് ചെയ്യുമായിരിക്കും. സിനിമയിൽ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് നല്ല നല്ല സീൻസ് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥലം നമ്മൾ സാധാരണ വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലുള്ളൊരു സ്ഥലമല്ല. ശരിക്കും ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുമില്ല. ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് അങ്ങനെ വരുന്നവർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് മഴയുള്ളൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ കണ്ട വീഡിയോയിൽ 3/4 ഭാഗം വീഡിയോയിൽ നല്ല മഴയാണ്. നമ്മൾ വരുമ്പോഴും നല്ല മഴയായിരുന്നു. നമ്മൾ ഒരുപാട് നേരം കാത്തു നിന്നിട്ടാണ്, മഴ തോർന്നിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടൊന്നുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് പോപ്പുലറായിട്ട് വരുന്നൊരു സ്ഥലമാണ്. സിനിമയിൽ ഓൾഡ് ഏജ് ഹോമിലേക്ക് ട്രാവലറും ബുള്ളറ്റും ഒക്കെ കയറി വരുന്ന വഴിയായിട്ട് കാണിക്കുന്നത് ഇതാണ്. ഈ വഴിയിലാണ് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവേണ്ടത് ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഈ ചുറ്റിലും തേയിലത്തോട്ടങ്ങളാണ്. ഈ വഴിയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞിങ്ങനെ തേയിലത്തോട്ടങ്ങളാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരറ്റത്തായിട്ടാണ് ഈ സ്കൂൾ കാണുന്നത്. ശരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൽ സ്കൂൾ കണ്ടപ്പം ഇതുപോലൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ശരിക്കും ആഗ്രഹിച്ചു പോയി. ഈ സ്കൂൾ മാത്രമല്ല, ആക്ച്വലി ഈ സ്കൂളിൻ്റെ താഴേക്ക് വരുന്നുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സിനിമയിൽ നല്ല ഭംഗിയിൽ ചിത്രീകരിച്ചു. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരറ്റത്തായിട്ട് കാണുന്ന ഒരു വലിയ കുളവും അതിനോട് ചേർന്ന് കുറേ മരങ്ങൾ, അതും നല്ല നീളത്തിലുള്ള മരങ്ങളും അതിൽ പിടിച്ചു നിൽക്കുന്ന ചുമന്ന പൂക്കളും അത് വീണ് കിടക്കുന്ന വഴികളും ഒക്കെയാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട്. മലയാളികളെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച സിനിമകളിൽ ഒരു സിനിമയാണ് ചാർലി എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി, ആ സിനിമയും ഒരുപാട് യാത്രാ പ്രേമികൾക്ക് ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് യാത്രകൾ പോയിട്ടുള്ളതുമായിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് സിനിമകളൊന്നും യാത്രകളെയും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളെയും കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളെ അന്യരാജ്യക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമകളൊന്നും തന്നെ അധികം ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഈ 1-2 സിനിമകൾ ഒഴിച്ചാൽ നമ്മൾ ഫോറിൻ ലാംഗ്വേജസുള്ള സിനിമകൾ നോക്കിയാൽ, ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ കൊറിയൻ സിനിമയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നാടിനെ അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തെ ഭംഗിയെ നല്ല രീതിയിൽ കാണിക്കുന്ന രീതിയിലാണ് അവർ ഓരോ ഫ്രെയിമുകളും അവരെടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ നാടിനെ, നമ്മുടെ കേരളത്തിൻ്റെ ഇതുപോലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നല്ല രീതിയിൽ കാണിക്കുന്നതും നമ്മുടെ പരമ്പരാഗതമായ ഭക്ഷണങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ സിനിമയിൽ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതും വളരെ കുറച്ച് സിനിമ, സോൾട്ട് ആൻഡ് പെപ്പർ അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ ഒരുപാട് ഇങ്ങനെ ഭക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അതൊന്നുമല്ല, നമുക്ക് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണങ്ങളും ഇതുപോലുള്ള ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ സിനിമകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസം അതുവഴി വികസിക്കും. നമ്മുടെ സിനിമകൾ ഇപ്പം നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങുമ്പം അന്യരാജ്യത്തുള്ളവർ അല്ലെങ്കിൽ
അല്ലെങ്കിൽ അന്യഭാഷയിലുള്ള ആൾക്കാരത് കാണാനും ഇങ്ങനൊരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാനും അതുവഴി നമ്മുടെ നാട്ടിലേക്ക് അവർ വരാനും അത് കാരണമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കുട്ടിക്കാനം പീരുമേട് റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തും കൂടി ഒന്ന് വരാൻ നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.